ഹായ്, കമ്പ്യൂട്ടർ സയൻസ് സിംപ്ലിഫൈഡ് എന്ന ഈ ചാനലിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്ന സബ്ജക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മെഷീൻ ലേണിംഗ് എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ്, ഈ രണ്ട് ടോപ്പിക്കുകളാണ്. സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും വയർലെസ് കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാത്തൊരു ലോകം നമുക്കിന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല. കണക്ടിവിറ്റി ഈസ് ദ ന്യൂ ഓക്സിജൻ എന്നാണ് പറയപ്പെടുന്നത് പോലും. നമ്മൾ കമ്പ്യൂട്ടറുകളിലോ ഫോണിലോ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയോ വെബ് പേജ് വിസിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ബൈ ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഡാറ്റ ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ബിഗ് ഡാറ്റ. നമ്മളെല്ലാം ബിഗ് ഡാറ്റയുടെ കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ ഒരേ സമയം ഡാറ്റയുടെ പ്രൊഡ്യൂസേഴ്സുമാണ്, കൺസ്യൂമേഴ്സുമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉദാഹരണത്തിന്, നിങ്ങൾ 10,000 റുപ്പീസിന് താഴെയുള്ള ഒരു സ്മാർട്ട് ഫോൺ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ പിന്നൊരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആഡ് കാണുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, അല്ലേ? അപ്പം നമ്മൾ ഈ ഡാറ്റയെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ ഈസ് നോട്ട് റാൻഡം, ഇറ്റ് ഹാസ് എ സ്ട്രക്ചർ. ഡാറ്റയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓരോ ദിവസവും ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബിൽ ചെയ്യുന്ന സമയത്ത് ഡേറ്റ്, കസ്റ്റമർ ID, ഗുഡ്സ് ബോട്ട്, ദെയർ എമൗണ്ട്, ടോട്ടൽ മണി സ്പെൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ഓരോ ദിവസവും ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ഡാറ്റയെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പലതരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പാറ്റേൺസ് ഉപയോഗിച്ച് സൂപ്പർ മാർക്കറ്റിന് കസ്റ്റമർ ഭാവിയിൽ എന്താണ് ബൈ ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും അങ്ങനെ സെയിൽസ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കും. ഉദാഹരണത്തിന്, ബിവറേജസ് വാങ്ങുന്ന ഒരാൾ ചിപ്സ് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഡിസംബറിൽ കേക്ക് വാങ്ങുന്നതിനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക വഴി നമുക്ക് സെയിൽസ് കൂട്ടുന്നതിന് സാധിക്കും. സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ആവശ്യമാണ് കസ്റ്റമർ എന്താണ് ഭാവിയിൽ ബൈ ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് അവരുടെ സെയിൽസും അതുവഴി പ്രോഫിറ്റും കൂട്ടാൻ സാധിക്കും. അതേസമയം കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉള്ള പ്രൊഡക്റ്റ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവുക എന്നുള്ളതാണ്. പക്ഷേ ഈ കസ്റ്റമർ ബിഹേവിയർ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് നമുക്ക് അൽഗോരിതങ്ങളൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിലുള്ളത് ആകെ കുറേ ഡാറ്റ മാത്രമാണ്. ഈ ഡാറ്റ ഉപയോഗിച്ച് പാറ്റേൺസോ റെഗുലാരിറ്റീസോ ഡിറ്റക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ പാറ്റേൺസ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോസസ്സിനെ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യുന്നതിനും സാധിക്കും. ഈ മെഷീൻ ലേണിംഗ് മെത്തേഡുകൾ വളരെ വലിയ ഡാറ്റാബേസുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലേണിംഗ്? ലേണിംഗ് ഈസ് ദ എബിലിറ്റി ടു ഇംപ്രൂവ് വൺസ് ബിഹേവിയർ വിത്ത് എക്സ്പീരിയൻസ്. എന്താ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിഹേവിയറിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിനുള്ള എബിലിറ്റിയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് ഈസ് എബൌട്ട് ബിൽഡിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് വിച്ച് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് വിത്ത് എക്സ്പീരിയൻസസ്. എക്സ്പീരിയൻസസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ്ഡ് ആവുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുന്നത്? മെഷീൻ ലേണിംഗ് എക്സ്പ്ലോർസ് അൽഗോരിതംസ് ദാറ്റ് ലേൺ ഓർ ബിൽഡ് മോഡൽസ് ഫ്രം ഡാറ്റ ആൻഡ് ദീസ് മോഡൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ, ഡെസിഷൻ മേക്കിംഗ് ഓർ സോൾവിംഗ് ടാസ്ക്സ്. മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഡാറ്റയിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസസിൽ നിന്ന് മോഡൽസ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ മോഡൽസ് ആണ് അത് പ്രഡിക്ഷൻ, ഡെസിഷൻ മേക്കിംഗ്, സോൾവിങ് പ്രോബ്ലംസ്
അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ ടോം മിച്ചൽ തന്നിട്ടുള്ളതാണ്. എന്താണത്? എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് സെറ്റ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഇ വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓഫ് ടാസ്ക് ടി ആൻഡ് പെർഫോമൻസ് മെഷർ പി ഇഫ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് ടാസ്ക്സ് ഇൻ ടി as measured by P improves with the experience E. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇ എന്ന് പറയുന്ന എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുന്നു. എന്തിന്? ടു ഡു സം പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ടാസ്ക് ടി. ഓക്കെ, ഇനി അതിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലേൺ ചെയ്യുന്നു എന്ന് പറയാം? If its performance at doing task T, which is measured by P, improves with the experience E. അതായത് ടാസ്ക് ടി ചെയ്യുന്നതിനുള്ള അതിൻ്റെ എബിലിറ്റി, അതിൻ്റെ പെർഫോമൻസ് എക്സ്പീരിയൻസിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലേൺ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിലെ 3 കോമ്പണൻസിനെ പറ്റി പറഞ്ഞല്ലോ. എന്തൊക്കെയാണത്? ടാസ്ക്, എക്സ്പീരിയൻസ്, മെഷർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ടാസ്ക്? ടാസ്ക് എന്ന് പറഞ്ഞാൽ ദ ബിഹേവിയർ ഓർ ടാസ്ക് ദാറ്റ് ഈസ് ബീങ് ഇംപ്രൂവ്ഡ്. എന്താണ് ഇവിടെ ഇംപ്രൂവ്ഡ് ആവുന്നത്? അതായത് ചിലപ്പോൾ അതൊരു കാര്യം പെർഫോം ചെയ്യുന്നതിനുള്ള എബിലിറ്റി ആവാം. അതായത് ക്ലാസിഫിക്കേഷൻ, പ്രഡിക്ഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മളുടെ ഏരിയ ഓഫ് കൺസേൺ. അപ്പോൾ അത് ഇംപ്രൂവ്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ബീങ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ ടാസ്ക്. അതായത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെടുന്ന ഡാറ്റ ഓർ എക്സ്പീരിയൻസസ്, ദീസ് ആർ യൂസ്ഡ് ഇൻ ഇംപ്രൂവിങ് ദ ടാസ്ക്. ഓക്കെ, ഇനി എന്താണ് മെഷർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്? എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഇറ്റ് ക്യാൻ ബി ഇൻക്രീസിങ് അക്യുറസി ഇൻ പ്രഡിക്ഷൻ അക്യുറസിയിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് ആയിരിക്കാം. ന്യൂ സ്കിൽസ് ദാറ്റ് വെർ നോട്ട് പ്രസന്റ് ഇനീഷ്യലി ഇല്ലാതിരുന്നിരുന്ന ചില സ്കിൽസ് സിസ്റ്റം കാണിക്കുന്നതായിരിക്കാം. അതുപോലെ ഇംപ്രൂവ്ഡ് സ്പീഡിലുള്ള വർധനവ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാവുന്ന ഇംപ്രൂവ്മെന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ. The schematic representation of a machine learning system is shown in the figure. Inside the box, there are 2 main components, the learner and the reasoner. The learner takes experience data and background knowledge and it builds models. And these models can be used by the reasoner, which given a task finds solution to the task. അതായത് ലേണർ എക്സ്പീരിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഉപയോഗിച്ച് കുറച്ച് മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നു. റീസണർ ഈ മോഡൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ടാസ്കിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോൾ നമുക്ക് പെർഫോമൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഡയഗ്രാമിൽ പറയുന്നത്. There are many domains and applications for machine learning. ഒന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് മെഡിസിൻ ആണ്. നമുക്ക് മെഡിസിനിൽ ഒരു ഡിസീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് സിംറ്റംസ്, ലാബ് മെഷർമെൻറ്റ്സ്, ടെസ്റ്റ് റിസൾട്ട്സ്, DNA ടെസ്റ്റ് എന്നിവയൊക്കെ ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സെറ്റ് ഓഫ് പോസിബിൾ ഡിസീസസ്, സിസ്റ്റത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പോസിബിൾ ഡിസീസസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തതോ അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന ആൻസറോ ആയിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ് ഡാറ്റ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ഫ്യൂച്ചർ പേഷ്യൻസ് ഏതെല്ലാം ട്രീറ്റ്മെൻറ്റ്സിനോട് ബെസ്റ്റായി റെസ്പോണ്ട് ചെയ്യുന്നുള്ളതൊക്കെ ലേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട് മെഡിക്കൽ ഡൊമൈനിൽ. അടുത്തൊരു ഡൊമൈൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ ആണ്. അതായത് ഒരു ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ഒബ്ജക്റ്റുകളാണ് അതിലുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുമാത്രമല്ല ക്യാരക്ടർ റെക്കഗ്നിഷൻ,
അത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഇമേജിൽ എവിടെയാണ് ഒബ്ജക്ട്സ് അപ്പിയർ ചെയ്യുന്നത് എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കുറേ ഇമേജസ് ഉപയോഗിച്ച് അതിൽ നിന്ന് മോഡൽസ് ജനറേറ്റ് ചെയ്ത് ആ മോഡൽസ് നമുക്ക് തന്നിട്ടുള്ള ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ ഇമേജുമായിട്ട് കമ്പയർ ചെയ്തൊക്കെയാണ് നമ്മൾ ഏതെല്ലാം ഒബ്ജക്റ്റുകളാണ് ഇമേജിലുള്ളത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്ന മറ്റൊരു ഡൊമൈനാണ് റോബോട്ടിക് കൺട്രോൾ. മെഷീൻ ലേണിംഗ് ക്യാൻ ബി യൂസ് ടു ഡിസൈൻ ഓട്ടോണോമസ് മൊബൈൽ റോബോട്ട്സ് ദാറ്റ് ലേൺ ടു നാവിഗേറ്റ് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിലോ ഒരു പ്ലേസിലോ ഒരു റോബോട്ട് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അതൊരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വല്ല ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഒരു പർട്ടിക്കുലർ നോളേജ് അതിൻ്റെ നോളജ് ബേസിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അത് മൂവ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നാവിഗേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു റോബോട്ട് ലേൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിങ്ങിന് വളരെയധികം സ്കോപ്പുള്ള മറ്റൊരു ഡൊമൈനാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജിൽ എവിടെയാണ് എൻറ്റിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതാണ് എൻറ്റിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെല്ലാം ഫാക്റ്റുകളാണ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ നമ്മൾ എഴുതുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ന്യൂട്രൽ ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സെന്റിമെന്റൽ അനാലിസിസ് എന്നെല്ലാം പറയും. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷന് പോലും നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ തന്നെ വരുന്ന മറ്റ് ഡൊമൈനുകളായ സ്പീച്ച് റെക്കഗ്നിഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ, ഇതിലെല്ലാം മെഷീൻ ലേണിംഗ് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഫിനാൻഷ്യൽ സെക്ടറിലും മെഷീൻ ലേണിങ്ങിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഒരു സ്റ്റോക്ക് അടുത്ത ഫ്യൂ മില്ലി സെക്കൻഡ്സിൽ റൈസ് ചെയ്യാനാണോ ഫോൾ ചെയ്യാനാണോ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറേ കാലത്തെ ഡാറ്റ പ്ലസ് ഇപ്പോൾ കറൻ്റ്ലി എന്താണ് എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റോക്ക് അടുത്ത ഫ്യൂ മില്ലി സെക്കൻഡിനുള്ളിൽ റൈസ് ചെയ്യുമോ ഫോൾ ചെയ്യുമോ എന്ന് നമ്മുടെ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു യൂസർ ഏത് ആഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ആഡ് കാണിക്കുമ്പോൾ ക്ലിക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ആ യൂസറുടെ ബ്രൗസിങ് ആൻഡ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ അനലൈസ് ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗപ്പെടുക? അതായത് ഓരോ പർട്ടിക്കുലർ യൂസർക്കും ഏത് ആഡാണ് ഷോ ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡുകൾ കാണിക്കുമ്പോൾ എന്താണ് അത് ക്ലിക്ക് ചെയ്യുന്നതിനും അതുവഴി ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനുള്ള ചാൻസസ് കൂടുകയാണ്. അപ്പോൾ അത് റവന്യൂ ഇൻക്രീസിലാണ് ഫൈനലി റിസൾട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യലായിട്ടും മെഷീൻ ലേണിങ്ങിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെഷീൻ ലേണിങ്ങിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള മറ്റൊരു ഏരിയയാണ് ബിസിനസ് ഇൻ്റലിജൻസ്. അതായത് സീസണാലിറ്റിക്കും ട്രെൻഡിനും അനുസരിച്ച് എത്രമാത്രം പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റീസ് സെയിൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയുന്നതിന്, ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് കൺസ്യൂമേഴ്സ് ഒരുമിച്ച് വാങ്ങുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരെണ്ണം കൊടുത്താൽ ഒരെണ്ണം ഫ്രീ അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ എത്രയധികം സെല്ല് കൂടി, അപ്പം അതിനനുസരിച്ച് ഡിസ്കൗണ്ട് ശതമാനം എത്രയാക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ എപ്പോഴെല്ലാം അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുഡ്സ് സെയിൽ ആവുന്നത്, അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ട്
പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിന്, പിന്നെ ഏതെല്ലാം ആളുകളാണ് കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ളത്, അപ്പൊ അവരിനെയൊക്കെ വെച്ച് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നതിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബിസിനസ് മേഖലയിലും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റിന് എത്രയാണ് കൃത്യമായി പ്രൈസിങ് ചെയ്യേണ്ടത്, ഓക്കെ, എത്ര പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് എവിടെയായിരിക്കണം ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലൊക്കേഷൻ, അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതായത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള, എങ്ങനെയായാലും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെല്ലാം വളരെ റിമോട്ടായിട്ടുള്ള, നമ്മൾ തപ്പി തിരഞ്ഞ് കണ്ടെത്തേണ്ട സ്ഥലത്തും, അതുപോലെ തന്നെ നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ലാത്ത സാധനങ്ങൾ, അതൊക്കെ ആയിരിക്കും ഏറ്റവും മുന്നിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മെഷീൻ ലേണിംഗ് ബിസിനസ്സിലും ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ ലേണിങ്ങിൻ്റെ മറ്റ് ചില ആപ്ലിക്കേഷൻസ് ആണ് ക്രെഡിറ്റ് കാർഡിലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഹോം മോർട്ടേജ് ഒക്കെ ഉണ്ടോയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ബേസ്ഡ് ഓൺ അൺസ്ട്രക്ചേർഡ് ഡാറ്റ, അതായത് കൺസ്യൂമേഴ്സിൻ്റെ റിവ്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് കൺസ്യൂമറിൻ്റെ അതിനെ പറ്റിയുള്ള അഭിപ്രായം, നല്ലതാണോ ചീത്തയാണോ ന്യൂട്രലാണോ, അങ്ങനെയുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, പിന്നെ അതുപോലെ തന്നെ വിമൻ കൺവിക്ഷൻ റേറ്റ്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന്, അതിനെല്ലാം മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.